എല്ലാവർക്കും രേഷ്മാസ് ഡയറിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് ഇതുപോലെയാണ്. രാവിലെ അടുക്കളയിലേക്ക് കയറുമ്പോൾ ദൂരെ അമ്പലത്തിൽ നിന്നും കേൾക്കുന്ന ആ ജ്ഞാനപ്പാനയോ ഭക്തിഗാനങ്ങളോ മനസ്സിന് തരുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അതൊന്ന് അനുഭവിച്ച് തന്നെ അറിയണം. ആ ഒരു പോസിറ്റീവ് എനർജിയിലാണ് എൻ്റെ ഒരു ദിവസം നിൽക്കുന്നത് തന്നെ. അടുക്കളയിലേക്കൊന്ന് വന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് ഇന്നത്തെ ആദ്യത്തെ സർപ്രൈസ്. ഇതാ നോക്കിക്കേ, അപ്പത്തിന് അരച്ച് വെച്ച മാവ് പാത്രത്തിൽ നിന്നും പുറത്തേക്ക് ഒഴുകി നടക്കുന്നത്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്കിന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എങ്കിലും രാവിലെ തന്നെ ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതാണ് എൻ്റെ ആദ്യത്തെ ടാസ്ക്. അപ്പോൾ എന്തായാലും ഞാൻ അവിടുത്തെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ഒരുവിധം സെറ്റാക്കി. പിന്നെയാണ് ഞാൻ നമ്മുടെ ജനലൊക്കെ തുറന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പാട്ട് ഇപ്പം നല്ല വൃത്തിയായിട്ട് അമ്പലത്തിലെ പാട്ട് കേൾക്കുന്നതിൻ്റെ കാരണം നമ്മുടെ പാവുമ്പ അമ്പലത്തിൽ ശിവപുരാണം നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്തൊക്കെ ഇങ്ങനെ മൈക്കുകൾ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഒന്നും കൂടെ ഒച്ചത്തിൽ നിങ്ങൾ ആ പാട്ട് കേൾക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്കകത്തൊന്നും കേൾക്കത്തക്ക രീതിയിൽ ആ പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല. ജനൽ തുറന്ന് കഴിയുമ്പോൾ ചെറുതായിട്ടേ കേൾക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമുക്ക് ഉച്ചക്കത്തേക്ക് നമ്മൾ മീനൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചൂരമീനായിരുന്നു. കുറച്ച് മുളക് പുരട്ടിയത്, മസാലയൊക്കെ പുരട്ടിയത് വറക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സ്ഥിരം കാഴ്ച തന്നെ, എൻ്റെ മീൻ ഞാൻ വെള്ളത്തിലിട്ട് വെക്കും. അങ്ങനെ ഒരു പരിപാടി ചെയ്ത് വെക്കും. പിന്നെ ദാണ്ട് എൻ്റെ സുന്ദരി എൻ്റെ കൂടുണ്ട്. എപ്പോഴും അവളിങ്ങനെയാണ്. ഞാൻ അടുക്കളയിൽ വരുമ്പോൾ അവൾ എൻ്റെ കൂടെ വന്നിങ്ങനെ അവളെ ഒരു റൗണ്ടൊന്ന് എടുക്കണം. അതിന് വേണ്ടിയാണ് അവളിങ്ങനെ വന്ന് എൻ്റെ തുണിയിൽ ഇങ്ങനെ ഞാലുന്നത്. പിന്നെ നമ്മുടെ മീൻ കറിക്കുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ചട്ടിയൊക്കെ വെച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചിയും സവാളയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടു. പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ അതിലേക്ക് ഞാൻ വറുത്തരച്ചാണ് ഇന്ന് ചൂരക്കറി വെക്കുന്നത്. അപ്പോൾ തേങ്ങായും നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് വറുത്ത് അരച്ച് അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് പിന്നെ കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുടംപുളിയും കൂടെ ഇട്ട് പിന്നെ നമ്മുടെ മീനും കൂടെ പറക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും വെച്ച് അടച്ച് വെച്ചാൽ അവിടെ ഇരുന്ന് കറി ആയിക്കോളും. അപ്പുറത്ത് കുക്കറിനകത്തിരിക്കുന്നത് നമ്മുടെ ചക്കയാണേ. അപ്പോഴത്തേക്കിനും നമ്മൾ എന്നും കുടിക്കാറുള്ള നമ്മുടെ ഡ്രിങ്ക് ചൂടൊക്കെ ആറി കുടിക്കാൻ പരുവത്തിലായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് മീൻ കഷ്ണങ്ങൾ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടില്ലേ, അപ്പം അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇതും കൂടെ കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ ഒരുവിധ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണങ്ങളുണ്ടല്ലോ, അതിങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് ഏതൊരു വീട്ടമ്മയ്ക്കും പറഞ്ഞറിയിക്കുന്നതിനപ്പുറമാണ്. അത് നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്, ചക്ക വേവിച്ചതുണ്ട്, പിന്നെ മീൻ കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, പിന്നെ നമ്മുടെ അപ്പത്തിന് വേണ്ടിയുള്ള തോരൻ ചമ്മന്തിയുണ്ട്, ചോറുണ്ട്. പിന്നെ ഈ ചട്ടിക്കകത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചാറാണ്. ഞാൻ അച്ചാറിടുന്ന വീഡിയോ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ പിന്നെ അണ്ണനും പോയി, ഞാനും പാർത്തനും മാത്രമായി. ഒരു ഉച്ചയൂണും മയക്കവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, നമ്മുടെ കാലാവസ്ഥയ്ക്ക് മാറ്റം വരാൻ തുടങ്ങി. നല്ല സൂപ്പർ മഴ തുടങ്ങിയായിരുന്നു കേട്ടോ. രാവിലെ ഭക്തിഗാനത്തോടു കൂടിയ തുടങ്ങിയ ദിവസമായിരുന്നു. ഇപ്പോൾ പ്രകൃതിയുടെ ഈ മനോഹരമായ മഴയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനസ്സിനെ സന്തോഷിപ്പിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. എൻ്റെ ഈ കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ. പുതിയ ഡയറി കുറിപ്പുമായി വീണ്ടും കാണാം. അതുവരെ സ്നേഹത്തോടെ രേഷ്മ ഫ്രം രേഷ്മാസ് ഡയറി.